ഹായ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം എവിടെ സ്പെൻഡ് ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ പലരുടെ ഉത്തരം നമ്മുടെ ഫോണിൽ നിന്നായിരിക്കും അല്ലേ? പലരും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫോൺ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അല്ലേ? ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമ്മൾക്ക് നമ്മുടെ ലൈഫ് ഈസി ആക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഫോൺ അല്ലേ? പക്ഷേ അതിൽ ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അത് എത്തരത്തിലൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഫോൺ ഉപയോഗം ഒരുപാടാകുമ്പോൾ എന്താ സംഭവിക്കുക നിങ്ങൾക്കറിയോ? നമ്മൾ ഒരുപാട് പോസിറ്റീവും നെഗറ്റീവ്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡെയിലി ബേസിസിൽ ഫോണിൽ കാണുന്നുണ്ട് അല്ലേ? മണിക്കൂർ കണക്കിന് നമ്മൾക്ക് പോലും സമയം പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ മൈൻഡിന് ആകെ ഒരു കൺഫ്യൂഷനാണ് വരുന്നത്. കാരണം എന്താണ്? ഒരുപാട് നെഗറ്റീവ്സ് കാണുന്നു, പോസിറ്റീവ്സ് കാണുന്നു, സന്തോഷം കാണുന്നു, സങ്കടം കാണുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ മൈൻഡിന് ആകെ ഒരു കൺഫ്യൂഷനും ടെൻഷനും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. പിന്നുള്ളൊരു കാര്യമാണ് കേട്ടോ ഉറക്കം. കാരണം നമ്മളുടെ ഉറക്കം ഏറ്റവും കൂടുതൽ ഇന്ന് കുറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഈ ഒരു സ്ക്രീൻ ടൈമിലാണല്ലേ. നമ്മൾ ഒരുപാട് സമയം പല പ്രോഗ്രാംസ് ആയിട്ടും വീഡിയോസ് ആയിട്ടും വെറുതെ റീൽസൊക്കെ ആയിട്ട് കണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉറക്കം ബാധിക്കുന്നതിലൂടെ ഉറക്കം നഷ്ടപ്പെടുന്നതിലൂടെ നമ്മുടെ ഹോർമോൺ വ്യതിയാനങ്ങൾ പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നെ വരുന്നൊരു കാര്യമാണ് കമ്പാരിസൺ. നമ്മൾ ചെറിയൊരു 2 മിനിറ്റിൻ്റെ വീഡിയോ കണ്ടിട്ടായിരിക്കും നമ്മുടെ ലൈഫ് അത്തരത്തിലല്ലല്ലോ എന്നൊക്കെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലൂടെ നമ്മൾക്ക് ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇറിറ്റേഷനൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മൾക്ക് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഒരു റിലേഷൻഷിപ്പിൽ ഗ്യാപ്പ് വരുന്നു. നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ പാരൻസൊക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതെ പോകുന്നു. കാരണം നമുക്ക് സമയമില്ല അല്ലേ? നമ്മൾ കൂടുതൽ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യണം. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഒരു കൂടുതലായിട്ടുള്ള അഡിക്ഷനിലൂടെ, ഒരു സ്ക്രീൻ ടൈമിലുള്ള അഡിക്ഷനിലൂടെ. പക്ഷെ നമുക്കതിനെ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാം? നമ്മൾ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ബെഡ്റൂമിൽ, അതുപോലെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഏരിയയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഫോണിന് ഒഴിവാക്കാം. ഒരു ഫാമിലി ടൈം ആക്കി നമ്മുടെ മക്കളുടെ കൂടെയും ഹസ്ബൻഡിൻ്റെ കൂടെയും പാരൻസിൻ്റെ കൂടെയൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാം. പിന്നെ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാം? പരമാവധി നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മുടെ ഫോണിൻ്റെ നമുക്ക് ഓഫ് ചെയ്തിടാം. അത്തരത്തിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. വെറുതെ നമ്മൾ ഈ ഫോൺ നോക്കുന്ന ഒരു ടെൻഡൻസി നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. പിന്നെ നമ്മളെപ്പോൾ ഫോൺ എടുക്കുമ്പോഴും നിങ്ങൾ ആലോചിക്കുക, എന്തിനാണ് നമ്മൾ ഫോൺ എടുക്കുന്നത്? നമ്മുടെ ഇൻറ്റൻഷൻ, നമ്മുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസമെങ്കിലും, എല്ലപ്പോഴും ഒരു ദിവസമെങ്കിലും എന്താണ്, നമ്മൾ ഈ ഒരു ഫോണിനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. നമ്മൾ ഒക്കെ ഒരുപാട് ഗസ്റ്റ് വരുന്ന സമയത്തോ നമ്മൾക്ക് നമ്മുടെ കുട്ടികളെ കൂടി ഇരിക്കുന്ന സമയത്തോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി ഒരു ദിവസം പറ്റുമെങ്കിൽ മന്ത്ലി എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? ഒരു ദിവസം കംപ്ലീറ്റ്ലി നമ്മുടെ ഫോണിനെ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. ഇത്തരത്തിലൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ മൊബൈൽ ഫോൺ അടക്കമുള്ള സോഷ്യൽ മീഡിയാസ് അല്ലെങ്കിൽ അതൊക്കെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ലൈഫിനെ എളുപ്പമാക്കാനുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ വേണ്ട രീതിയിൽ യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ തന്നെ അത് സ്പോയിൽ ചെയ്ത് കളയാനും നമ്മുടെ ഡ്രീംസിനെ നമുക്ക് നഷ്ടപ്പെടുകയും അതുപോലെ സക്സസ് ആവാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സക്സസ്സിന് ഉപയോഗപ്പെടും. അപ്പോൾ ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്